ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉപ്പുമാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു കറി തയ്യാറാക്കാം. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് കുറച്ച് കടുക് വറുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ സ്വാദുള്ള ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 3 ഉപ്പുമാങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉപ്പുമാങ്ങയിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഉടഞ്ഞ പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 ലിറ്റർ നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഉപ്പുമാങ്ങയ്ക്ക് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു സമയത്ത് നല്ല കുറുകിയ പരുവത്തിലാണ് നമുക്ക് ആയി കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നാൽ കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉലുവയും കൂടി ചേർക്കണം. ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 കൊച്ചുള്ളി കട്ട് ചെയ്തതും കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ലവണ്ണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കി ഇനി താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉപ്പുമാങ്ങ പാൽക്കറി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.